أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പാവനവുമായ റബ്ബിന്റെ പള്ളിയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സ്വർഗീയ ആരാമത്തിലും നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ശിഷ്ടകാല ജീവിതം അല്ലാഹുവിനെ അനുസരിച്ചും അവനെ വഴിപ്പെട്ടും ആക്കി തീർക്കുവാനും അവസാനം ഈമാനോടുകൂടി മരണപ്പെട്ട് റബ്ബിന്റെ സ്വർഗം വാങ്ങിയെടുക്കുന്ന നല്ല വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ പലരും നമ്മോട് വിട പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖിയായ ജീവിതം പ്രകാശം നിറഞ്ഞതാക്കുകയും സ്വർഗീയ പരിമളത്തിന്റെ നല്ല അനുഭൂതികൾ അവരുടെ ഖബറുകളിൽ നൽകുകയും സ്വർഗീയ വാതായനങ്ങൾ തുറന്നു കൊടുക്കപ്പെടുന്ന നല്ലൊരു സാഹചര്യം ഉണ്ടാക്കുകയും നാളെ റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരോടും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന നല്ലൊരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ പലരും മാനസികവും ശാരീരികവുമായ പല പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഴിയുന്നവരുണ്ട്. പല പേര് പറയാൻ അലക്കുന്ന, വെറുക്കുന്ന, ഭയപ്പെടുന്ന ഒരുപാട് മാറാവ്യാധികളിൽ കഴിയുന്നവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരിപൂർണ ആഫിയത്ത് നൽകുകയും പൂർണ്ണമായും അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് അവനെ ഇബാദത്ത് ചെയ്ത് സന്തോഷത്തോടെ ദീർഘായുസ്സോടുകൂടി ജീവിക്കാനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളും സെക്കൻഡുകളും അവന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അവന്റെ ആയുസ് ഈ ഓരോ നിമിഷവും, ഈ ഓരോ മണിക്കൂറും, ഓരോ സെക്കൻഡുകളും, ഓരോ മിനിറ്റുകളും ഒന്നുകൂടി ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന സൂചന. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വർഷം കൂടി കടന്നു പോവുകയും മറ്റൊരു പുതിയ അധ്യയന വർഷം നമ്മിലേക്ക് ആഗതമാവുകയും ചെയ്യുകയാണ്. നമ്മുടെ നാടുകളിൽ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പുതുവത്സരം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഘോഷമായി മാറുകയും തന്നെ കൊണ്ട് കഴിയുന്ന വിധമൊക്കെ പരമാവധി അത് ആഘോഷ തിമിർപ്പിലാക്കുവാനും അതിനുവേണ്ടി ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ ചിലവഴിക്കാനുമുള്ള, മറ്റുള്ളവർക്ക് മുന്നിലൊന്ന് ആളാകാനുള്ള വലിയൊരു അവസരമായിട്ടാണ് ഇന്ന് നമ്മുടെ സമുദായം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ടത് പുതുവത്സരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വർഷം തീർന്നു, ഈ കലണ്ടർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ
സ്വന്തത്തോട് നെഞ്ചകത്ത് കൈവച്ചുകൊണ്ട് ഓരോരുത്തരും ചോദിക്കേണ്ട ഓരോ ചോദ്യങ്ങളുണ്ട്. എൻ്റെ ആയുസ്സിൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചില്ലേ? കണ്ടില്ലേ, ഒരു വർഷം കൂടി എന്നോട് വിട പറഞ്ഞ് പോവുകയാണ്. ഈ കണ്ട ആയുസ്സിൽ, ഈ കണ്ട വർഷങ്ങളിൽ എത്രത്തോളം എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന, എനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന എൻ്റെ റബ്ബിനെ നന്ദി രേഖപ്പെടുത്താനും എൻ്റെ റബ്ബിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് അവൻ്റെ തൃപ്തി വാങ്ങിയെടുക്കുന്ന നല്ല വിശ്വാസികളിൽ എത്രത്തോളം എനിക്ക് പെടുവാനും അടുക്കുവാനും കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്തയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അടുത്ത ഒരു വർഷത്തെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ മറ്റൊരാഗ്രഹവും മറ്റൊരു നെയ്യത്തും മറ്റൊരു ചിന്തയും കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. തമ്പുരാനെ, ഈ കഴിഞ്ഞ വർഷങ്ങളൊന്നും എനിക്ക് വേണ്ടതുപോലെ നിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുവാനോ നീ പറഞ്ഞതനുസരിച്ച് കൃത്യമായ നിലയിൽ ആ ഒരു നല്ലൊരു മാർഗരേഖയിലൂടെ സന്ദർശിക്കുവാനോ സഞ്ചരിക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ല റബ്ബേ. ഈ ഒരു വർഷം എനിക്ക് അതിനുള്ള ഒരു മനസാന്നിധ്യവും ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് കൃത്യമായ ചാഞ്ചല്യമില്ലാതെ, ചാഞ്ചാട്ടമില്ലാതെ, വ്യതിചലനമില്ലാത്ത നേരെ യജമാനസനായ നിലയിൽ നിന്നിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് നിന്റെ തൃപ്തിയെ മാത്രം ആഗ്രഹിച്ച് നിന്നിലേക്ക് മടങ്ങിയുള്ള ഒരു ജീവിതം വരും വർഷങ്ങളിൽ ഉണ്ടാകണേ എന്നുള്ള അതിയായ ഒരു ആഗ്രഹം കൂടി, ഒരു നിയത്ത് കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സത്യത്തിൽ അടിച്ചു പൊളിക്കാനും അല്ലെങ്കിൽ തോന്നിയതുപോലെ പല ഭാഗങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും പല തീരങ്ങളിലേക്കും ചെന്ന് ആഘോഷം എതിർപ്പിലാകുന്നതിന് പകരം ഞാൻ ഒരു വർഷം കൂടി ഖബറിലേക്ക് ഒന്നുകൂടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മരണത്തിന്റെ മുഖത്തേക്ക് ഒരു ചാൺ കൂടി ഒരിക്കൽ കൂടി ഞാനിതാ അടുത്തിരിക്കുന്നു എന്ന ചിന്തയല്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ആത്മാവും ഓരോ മനുഷ്യ ശരീരങ്ങളും മരണം എന്ന ആ ആസ്വാദനം അത് ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണത്തെ രുചിക്കും. നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തെല്ലാം നിങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടോ, ഏതെല്ലാം പ്രവർത്തന മേഖലകളിൽ നിങ്ങൾ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടോ, അതിന്റെയൊക്കെ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടുന്നത് നാളെ ഖിയാമത്ത് നാളിലായിരിക്കും. അങ്ങനെ ഖിയാമത്ത് ആ നാളിൽ ഓരോ മനുഷ്യനും അവൻ ചെയ്ത അമലുകൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടുമ്പോൾ അല്ലാഹു പറയുകയാണ്, അങ്ങനെ മാറ്റപ്പെട്ടു. അവന്റെ നന്മ നിറഞ്ഞ അള്ളാഹുവിന്റെ തൃപ്തികരമായ ജീവിതത്തിലൂടെ അവന്റെ ഓരോ നാമ്പുകളും ഓരോ നിമിഷങ്ങളും അവൻ കഴിച്ചു കൂട്ടിയപ്പോൾ ആരുടെ അമലുകളുടെ തുലാസ് അതിന് ഭാരം ഉണ്ടാകുന്ന നന്മയുടെ ത്രാസിന് ഭാരം കൂടുന്നു, അവൻ നരകത്തിൽ നിന്നും അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവൻ വിജയിച്ചു. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം. നാം എത്രത്തോളം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്ര കോടികളുണ്ടെന്ന് പറഞ്ഞാലും, എത്ര സ്ഥലത്തിന്റെ ഉടമയാണെന്ന് പറഞ്ഞാലും, എത്ര അധികാരത്തിന്റെ ഉത്തുംഗ ശ്രേണിയിൽ ഇരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാലും അല്ലാഹുവിന്റെ അടുക്കൽ അതിനൊന്നും ഒരു തരി വിലയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് വെറും വഞ്ചനയുടെ അല്ലെങ്കിൽ വെറും വിൽപ്പന ചരക്ക് മാത്രമാണ് എന്ന് തൽക്കാലം ശ്രദ്ധിക്കാനുള്ള, തൽക്കാലം അല്ലാഹു തആല പരീക്ഷണത്തിന് വേണ്ടി നമ്മെ അയച്ചിരിക്കുന്ന ഒരു ഗേഹം മാത്രമാണ്. തൽക്കാലം എത്ര വലിയവനാണെങ്കിലും തൽക്കാലത്തേന് നിങ്ങളെ അയച്ചിരിക്കുന്നതാണ് എന്നുള്ള ഒരു സൂചന നമ്മുടെ അമലുകളിലൂടെ നമ്മൾ മുന്നേറണം. നോക്കൂ, അതാണ് പടച്ചവൻ പഠിപ്പിക്കുന്നത്. നല്ല നല്ല അമലുകൾ ജീവിതത്തിൽ കാഴ്ചവെക്കണം. ആരുടെയും നീതിക്ക് വേണ്ടിയല്ല, ആരുടെയും നോട്ടം കിട്ടാൻ വേണ്ടിയല്ല, ആരുടെയും സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയല്ല. എനിക്ക് എന്റെ അള്ളാഹിന്റെ നോട്ടം മതി, എനിക്ക് അള്ളാഹുവിന്റെ സാന്നിധ്യം മതി, അള്ളാഹുവിന്റെ ഇഷ്ടം മതി. എന്റെ മരണം എന്ന് പറയുന്നത് ഏത് നിമിഷവും സംഭവിക്കാം. ഞാൻ കാശ് കൊടുത്ത് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും ഗ്യാരണ്ടി പേപ്പർ നൽകുമ്പോൾ നാം ചിന്തിക്കണം, റബ്ബേ, എനിക്ക് ഇത് വാങ്ങുന്ന എനിക്കെന്ത് ഗ്യാരണ്ടിയാണുള്ളത്?
ഇത് വാങ്ങുന്ന എനിക്കെന്ത് വാർത്തയാവുന്നത്, ഇത് വാങ്ങുന്ന എനിക്കെന്ത് ഉറപ്പാവുന്നത്, അടുത്ത നിമിഷം അല്ലെങ്കിൽ ഈ സാധനം വാങ്ങി ഈ കടയിൽ നിന്നും ഞാൻ റോഡിലേക്ക് ഇറങ്ങും എന്ന് എന്തുറപ്പായിരിക്കും നിങ്ങൾക്കും ഉള്ളത് എന്ന് നമ്മൾ വളരെ ഗഹനമായി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഓരോ പുതുവത്സരങ്ങൾ വരുമ്പോഴും നമ്മൾ ആഘോഷിക്കേണ്ടതിന് പകരം നാം നമ്മെ തന്നെ ആലോചിക്കേണ്ട, നമ്മോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഓരോ അവസരങ്ങളായിട്ട് വേണം ഈ സന്ദർഭങ്ങളെയൊക്കെ നാം ഉപയോഗിക്കാനെന്ന് വിശുദ്ധ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. ആ മരണത്തോടുകൂടി അവസാനിക്കുന്നുണ്ടോ? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. റബ്ബിന്റെ കോടതിയിലെ വിചാരണയുണ്ട്. റബ്ബിന്റെ മുന്നിൽ എല്ലാവരെയും സവിസ്തരം നിരത്തി നിർത്തുന്ന ഒരു സായം സന്ധ്യയുണ്ട്. ആ സമയത്ത് മിൻഹാ ഖലഖനാകും, മണ്ണിങ്ങനെ ഖബറിലേക്ക് ഖബറ് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ വഴി മണ്ണ് വാരിയിടാൻ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹ്. ആ മണ്ണ് വാരിയിടുമ്പോൾ പറയണം മിൻഹാ ഖലഖനാകും വഫീഹാ നഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഇതൊരു ഓർമ്മപ്പെടുത്തല. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വഫീഹാ നഈദുകും, ഈ മണ്ണിലേക്ക് തന്നെ ഞാൻ നിങ്ങളെ മടക്കും. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, മറ്റൊരു സുപ്രഭാതത്തിൽ ഈ മണ്ണിൽ നിന്നും നിങ്ങളെ വീണ്ടും ഞാൻ ഉയർത്തിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാളേക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈ ചെറിയ പരീക്ഷണത്തിന്റെ ഗേഹമായ ഈ ഭൗതിക ജീവിതം എന്ന് മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യും. എന്നിട്ടോ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത്, ഓരോ മനുഷ്യന്റെ ആത്മാവും മനുഷ്യ ശരീരം തന്നെ ഒന്ന് നോക്കിക്കോ. കഴിഞ്ഞ ജീവിതങ്ങളെ കുറിച്ച് അവനൊന്ന് വിലയിരുത്ത്. ഓരോ വർഷങ്ങളും ഓരോ നിമിഷങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കൂ എന്ന് അല്ലാഹു തആല പറയുകയാണ്. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി, നാളെ വരാനിരിക്കുന്ന ആ വിശാലമായ ആ ജീവിതത്തിന് വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. വത്തഖുല്ലാഹ്, എന്നിട്ട് അല്ലാഹു പറയുക വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിശ്ചയമായും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തികളും, നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന, നിങ്ങൾ കാണിക്കുന്ന, നിങ്ങൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചന ആവചനത്തിലൂടെ നൽകുകയാണ്. തഫ്സീർ തബരീയിൽ ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം പറയുന്നുണ്ട്, നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചിരിക്കുന്നത് എന്ന് മനുഷ്യൻ നോക്കട്ടെ എന്നുള്ള ആ വചനം, നാളെ വരാനിരിക്കുന്ന ആ ഖിയാമത്ത് എന്ന ആ ദിവസത്തിന് വേണ്ടി, വിധി തീർപ്പിന്റെ ആ സമയം എത്തുമ്പോൾ അതിനുവേണ്ടി എന്താണ് താൻ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് എന്ന് അവൻ ആലോചിച്ചു കൊള്ളട്ടെ. അവനെ സ്വർഗത്തിൽ നിന്ന്, നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തി സ്വർഗത്തിന്റെ സന്തോഷമായ ആ ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള സാലിഹായ കർമ്മങ്ങളാണോ അവന്റെ ജീവിതത്തിലുള്ളത്? അല്ലെങ്കിൽ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന, മുഖുകുത്തിയവനായ നിലയിൽ നിന്ദിക്കപ്പെട്ടവനായ അവസ്ഥയിൽ ഒരു തരി വില പോലുമില്ലാതെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അങ്ങനെ എത്തിപ്പെടേണ്ട മോശമായ അമലുകളാണോ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചു കൊള്ളാൻ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു എന്നാണ് ആ തഫ്സീർ സഅദിയിലൂടെ ആ മുഫസ്സിർ വിശദീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര അർത്ഥവത്തായ വചനങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നമ്മളെ എത്ര സ്നേഹത്തോടു കൂടിയാണ്, എത്ര ആദരവോടു കൂടിയാണ് നമ്മെ വിളിച്ചത് റബ്ബ് സുബ്ഹാനഹു വ തആല. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, വിശ്വാസികളെ, എന്റെ വിശ്വാസികളെ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാ? കൃത്യമായി അല്ലാഹുവിനെ അനുസരിച്ച്
അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉറപ്പിച്ച് ഈമാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് ഹൃദയത്തിൽ ഊട്ടിയുറച്ച് ഒരു തരി പോലും തെറ്റിലേക്കും മോശത്തരത്തിലേക്കും കടക്കാതെ ഒരു രീതിയിൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആ ജീവിത രേഖയെ പൂർണ്ണമായി പിൻപറ്റി ജീവിക്കുന്നവരല്ലേ വിശ്വാസികൾ എന്ന് പറയുന്നത്. അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ എന്നാ എന്നെയും നിങ്ങളെയും വിളിച്ചത്. അങ്ങനെ വിളിച്ചിട്ടാ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്? ഹസൻ ബസരി റഹ്മത്തുള്ളാഹി തആല ഒരു വാചകം പറയുന്നുണ്ട്, മാ മിൻ യൗമിൻ യൻഷഖു ഖദ്റുഹു ഇല്ലാ വയനാദി യബ്ന ആദം അന ഖൽഖുൻ ജദീദ് വഅല അമലിക ഷഹീദ് ഫതസവ്വദ് മിന്നി ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. ഓരോ പ്രഭാതം പൊട്ടിവിടരുമ്പോഴും ഓരോ പൊൻകുലരി ഇങ്ങനെ വിടർന്നു വരുമ്പോഴും ആ ദിവസം ഓരോ മനുഷ്യനോടും വിളിച്ചു പറയുന്നതാണ്, യബ്ന ആദം, ആദം സന്തതിയെ, ആദമിന്റെ മകനെ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാൻ നിന്നിലേക്ക് വന്നെത്തിയിരിക്കുന്നു. വഅല അമലിക ഷഹീദ്, ഇന്ന് നീ എന്തെല്ലാം പ്രവൃത്തികൾ കാണിച്ചു കൊടുക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ഞാൻ സാക്ഷിയാണ് കേട്ടോ. അതുകൊണ്ട് നീ നാളേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി വെച്ചോ. മിന്നി, ഈ എന്നിൽ നിന്നും, ഇന്നത്തെ ഈ ദിവസമായ എന്നിൽ നിന്നും നാളേക്ക് വേണ്ടി നീ എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി വെച്ചോളൂ. ഇന്നത്തെ ഒരു ദിവസം ഞാൻ കടന്നു പോയാൽ ഖിയാമം വരെയും നിനക്കിനി അങ്ങനെ ഒരു ദിവസം വരാനില്ല കിട്ടോ എന്ന് ഓരോ ദിവസവും നമ്മോട് ഓരോ പുലരിയിലും ഓരോ പ്രഭാതത്തിലും വിളിച്ചു പറയുന്നുണ്ട് എന്ന് ഹസൻ ബസരി റഹിമഹുല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ദുനിയാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മഹാന്മാര് ദുനിയാവിനെ കുറിച്ച് ഇരുന്ന് പഠിച്ചു, ദുനിയാവിനെ കുറിച്ച് ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കി അവരുടെ മുൻഗാമികളായ സലഫു സാലിഹീങ്ങളുടെ ജീവിതത്തിലെ ആ മാർഗ്ഗരേഖ എന്തായിരുന്നു എന്നവർ പരിശോധിച്ചപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലായത്, ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് വെറും ആഡംബരത്തിന്റെയും വെറും കാട്ടിക്കൂട്ടലിന്റെയും വെറും പ്രൗഢിയുടെയും ആൾക്കാരുടെ മുന്നിൽ വലിയ ആള് കളിക്കാനും ഒക്കെയുള്ള വെറും നിസ്സാരമായ തുച്ഛമായ ഒരു അവസരം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള കൗലുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നും കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദുനിയാവെന്ന് പറയുന്നത് വെറും വഞ്ചന മാത്രമാണ്, പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ജീവിതചര്യകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ ബിസൂഖി ദാഖില മിൻ ബഅദ് ആലിയ വന്നാസു കനഫതഹു വമറ ബിജദിയ്ൻ അസക്ക മയ്യിത്തിൻ ഫതനാവലഹു ഫഅഖദ ബിഇذنിഹി ثم قال അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കൂടി മാർക്കറ്റിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റിനും സഹാബത്തുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെവി മുറിഞ്ഞ ന്യൂനതയുള്ള കാണാൻ കൊള്ളാത്ത ഒരു ആട് ചത്ത് മലച്ച് കിടക്കുന്നതായി കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ ആടിനെ ഒരു ദിർഹം കൊടുത്ത് വാങ്ങാൻ ആരാണ് തയ്യാറ്? സഹാബികൾ പറഞ്ഞു, എന്തിലാഹുവാണ് ചത്തയാടിനെ ആരെങ്കിലും ദിർഹം കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങുമോ റസൂലേ? മാ നുഹിബ്ബു അന്നഹു ലനാ ബിശൈഇൻ വമാ നസ്ഉ ബിഹി ഖാല അതുഹിബ്ബൂന അന്നഹു ലക്കും. അപ്പോൾ സഹാബികൾ പറഞ്ഞു, ഞങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങളത് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനമാ? ചത്തയാടിനെ തിന്നാനും കൊള്ളില്ല, വിൽക്കാനും കൊള്ളില്ല, അല്ലെങ്കിൽ മറ്റേ പാലിന് വേണ്ടി ഒരു ഉപയോഗവുമില്ല. ഇല്ല റസൂലേ. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, സഹാബ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെയെങ്കിൽ ഒരു ദിർഹവും വേണ്ട, ഒരു രൂപ പോലും കൊടുക്കാതെ ഈ ആടിനെ വാങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ സഹാബത്ത് മറുപടി പറഞ്ഞ, അല്ലാഹുവിന്റെ റസൂലേ, ചെവി മുറിഞ്ഞ ആട് എന്ന് പറഞ്ഞാൽ അറബികൾക്കിടയിൽ വലിയ ന്യൂനതയുള്ള, വലിയ കുറവുള്ള, ഒരു വില പോലും കിട്ടാത്ത, റീസെയിൽ വാല്യൂ പോലും കിട്ടില്ല എന്ന് വണ്ടിയെ കുറിച്ച് പറയാറില്ലേ, അതുപോലെ ഒരു രൂപ പോലും കിട്ടാത്ത ആടാണ്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, വല്ലാഹി
വല്ലാഹി ലൗ കാന ഹയ്യൻ കാന ഐബൻ ഫീഹി ലിഅന്നഹു അസഖു ഫകൈഫ വഹു മയ്യിത്തുൻ ഫഖാല വല്ലാഹി ലദ്ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. ഈ ആടില്ലേ നിങ്ങൾ ഇത്ര മ്ലേച്ഛമായ രൂപത്തിൽ ഇത്രയും മോശമായ രൂപത്തിൽ കണ്ട ഒരു രൂപ പോലും കിട്ടില്ല എന്ന് പറഞ്ഞ ഈ ആടില്ലേ, ഈ ആടിനേക്കാളും അധപ്പതിച്ചതാണ് ദുനിയാവെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഓടിച്ചാടി നടക്കുന്നത്, ഇതിനു വേണ്ടിയാണ് നമ്മൾ ആഘോഷിക്കാൻ നടക്കുന്നത്, ഇതിനു വേണ്ടിയാണ് ന്യൂ ഇയറിന്റെ പേരിൽ ആലപ്പുഴയിലും എറണാകുളത്തും തുടങ്ങി തിരിച്ചോരങ്ങളിൽ പോയി പല തോന്നിവാസങ്ങൾക്കും പല കൂട്ടുകെട്ടുകളും കൂടി പലതും കണ്ടും നോക്കിയും ജീവിച്ച് ആഘോഷിച്ച് ആഘോഷത്തിമിർപ്പിലാകുന്ന വിശ്വാസികളെ നാം മനസ്സിലാക്കണം. നമ്മെ സൃഷ്ടിച്ചവനായ നമ്മുടെ അള്ളാഹുവിന്റെ അള്ളാഹു നമുക്ക് നൽകിയത് അള്ളാഹുവിനെ കുറിച്ചും കരുതിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മരണമുണ്ട്, ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ മാത്രമല്ല ജീവിക്കാനുള്ളത്, ഇത് വെറും പരീക്ഷണമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആര് കൂടുതൽ അല്ലാഹുവിനെ അടുക്കുന്നുണ്ട്, ആര് അല്ലാഹുവിന്റെ ആളാണ് എന്നറിയാൻ വേണ്ടി വെറും തുച്ഛമായ ജീവിതം എണ്ണിയാൽ തീരുന്ന, കണ്ണടച്ച് തുറന്നാൽ നിമിഷങ്ങൾ കഴിഞ്ഞു പോകുന്നത് പോലെ ഒരാഴ്ച ഇന്ന് കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വീണ്ടും നമ്മൾ പറഞ്ഞു പോകാറില്ലേ, എത്ര പെട്ടെന്നാണ് അടുത്ത വെള്ളിയാഴ്ചയായത്, എന്ത് പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത്, പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഇരുട്ടിന്റെ ഗേഹത്തിലേക്ക് ആരാരുമില്ലാത്ത, ഉമ്മയുമില്ല വാപ്പയുമില്ല മക്കളുമില്ല ഭാര്യയുമില്ല സഹോദരങ്ങളുമില്ല, ആരുമില്ലാതെ ഒറ്റപ്പെട്ട വെറും അകലുകൾ മാത്രം, അള്ളാഹുവിന്റെ തൃപ്തികൾ മാത്രം അടങ്ങിയ ആ ഇരുട്ടിന്റെ ഗേഹത്തിലേക്ക് ഞാനും നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഓരോ ന്യൂ ഇയറും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, അതേ എന്റെ ആയുസ്, എന്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്തിന് ജീവിക്കുന്നു, എന്നെ എന്തിനാണ് എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളാണ്. عن مستورد رضي الله تعالى عنه ريبورت ചെയ്യുന്ന ഹദീസ് ഉണ്ട്, വല്ലാഹി മദ്ദുന്യ ഫിൽ ആഖിറ ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുകും ഇസ്ബഅഹു ഹാദിഹി വഅശാറ ബിസ്സബാബ ഫിൽ ജമ്മി ഫലൻദുർ ബിമാ യർജഉ. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വലിയ വിശാലമായ, അക്കരെ കാണാത്ത സമുദ്രത്തിൽ ഒരു മനുഷ്യൻ ഒരു വിരല് കുത്തിയിറക്കിയിട്ട് ആ വിരലിൽ എത്ര വെള്ളമുണ്ട് അതുപോലെ ദുനിയാവ് എന്ന് പറയുന്നത്, ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഉള്ളൂ, അത്ര വിലയെ അതിനുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമുദ്രത്തിൽ ഒരു വിരൽ മുക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിരലിൽ എത്ര വെള്ളം മുക്കുക, എത്രയോ വിശാലമായിട്ടാണ് ആ സമുദ്രം കിടക്കുന്നത്. ഒരു വിരൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വിരലിൽ കിട്ടുന്ന വെള്ളം പോലെ ഈ ദുനിയാവിന്റെ അവസ്ഥയുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്നഇലമു അന്നൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. മറ്റൊരു വചനത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, ഹയാത്ത്, ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ലഅബാണ്, തമാശയാണ്, കളിയാണ്, വലഹുവാണ്, തമാശയാണ്, വസീനത്തൻ, വെറും ആഡംബരം മാത്രമാണ്, വതഫാഖുറുൻ, പരസ്പരം പെരുമ നടിക്കൽ മാത്രമാണ്, ബൈനകും, നിങ്ങൾക്കിടെ, വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഞാൻ വലിയ സമ്പന്നനല്ലേ, എനിക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് ഗോഡൗണുകളുണ്ട്, എനിക്ക് കുറെ മക്കളുണ്ട്, മക്കളൊക്കെ അമേരിക്കയിലാണ്, ഇംഗ്ലണ്ടിലാണ്, ഓസ്ട്രേലിയയിലാണ്, ജർമ്മനിയിലാണ്, ഇറ്റലിയിലാണെന്ന് പറഞ്ഞ് പരസ്പരം ഇങ്ങനെ ഫഖ്ർ നടിച്ചും തകാസുർ നടിച്ചുകൊണ്ടും ദുനിയാവിന്റെ ആയുസ് ഇങ്ങനെ തീർന്നു പോകാനുള്ള ഒരു ഗേഹം മാത്രമാണ് ദുനിയാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞ് അവസാനം അവൻ വന്ന വഴിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ, അതെ എന്റെ ആയുസ് തീരാറായല്ലോ, ഞാൻ 80-70 വയസ്സായല്ലോ, ഇത്രയും നാളും ഞാൻ എന്റെ മക്കളെ കുറിച്ചും എന്റെ ഭാര്യയെ കുറിച്ചും എന്റെ മാതാപിതാക്കളെ കുറിച്ചും എന്റെ ഗോഡൗണുകളെ കുറിച്ചും സ്ഥലത്തെ കുറിച്ചും ഒക്കെ ഇങ്ങനെ സവിസ്തരം പ്രതിപാദിച്ച് നടന്നല്ലോ, എനിക്ക് വേണ്ടി ഞാൻ എന്ത് സമ്പാദിച്ചു വളർച്ചവരെ എന്ന് ചിന്തിക്കേണ്ട സമയമാകുമ്പോഴാണ് പുരുഷൻ ചിന്തിക്കുക, നമുക്കൊക്കെ അറിയാവുന്ന ഒരു സൂറത്താണ് സൂറത്ത് തകാസുർ. നിങ്ങൾ പരസ്പരം പെരുമ നടിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുക, എതുവരെ നിങ്ങൾ പെരുമ നടിക്കും?
ഖബറിടം നിങ്ങളുടെ പള്ളിപ്പറമ്പ് സന്ദർശിക്കുന്നത് വരെയും കല്ല അല്ല സൗഫ തഅലമൂൻ, പിന്നെ നിങ്ങൾ മനസ്സിലാകും. പിന്നീട് തുമ്മ കല്ല സൗഫ തഅലമൂൻ, തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാകും. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആയത്തുകളാണ് സൂറത്തുൽ അലയിലൂടെ. ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയ, പക്ഷേ നിങ്ങൾ ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തവരാണ്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, മനസ്സിലാക്കിക്കോ, അൽ ആഖിറ ഈ ഭൗതിക ജീവിതമല്ല, നാളെ ആത്മീയ ജീവിതമാണ്, ലൗകിക ജീവിതമാണ്. ഖൈറുൻ വ അബ്ഖാ, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് എന്നെന്നും അവശേഷിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അസ്ലിഹു ദുനിയാകും വഅമലു ലിആഖിറതികും കഅന്നകും തമൂതൂന അദാ. നിങ്ങൾ നിങ്ങളുടെ ഭൗതിക ജീവിതം നന്നാക്കണേ, നിങ്ങളുടെ ഭൗതിക ജീവിതം നന്നാക്കണേ. വഅമലു ലിആഖിറതികും, നിങ്ങൾ നിങ്ങളുടെ ആഖിറത്തിന് വേണ്ടി, വരാനിരിക്കുന്ന ആ വിശാലമായ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണേ. കഅന്നകും തമൂതൂന അദാ, അടുത്ത നിമിഷം നിങ്ങൾ മരിച്ചു പോയേക്കാം. അടുത്ത നിമിഷം, അടുത്ത ദിവസമല്ല, അടുത്ത മണിക്കൂറല്ല, അടുത്ത ദിവസങ്ങൾക്ക് ശേഷമല്ല, അടുത്ത നിമിഷം നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും വിട പറയേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ അമലുകൾ ചെയ്ത് ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ എന്നുള്ളവരെ പറയാനാണെങ്കിൽ ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ ഇങ്ങനെ കിതാബുകളിലൂടെ നിരത്തി വെച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വചനങ്ങളൊന്നും കേൾക്കണ്ട, ഓരൊറ്റ വചനം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏതെങ്കിലും ഒരു വചനം മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ച് ആ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ മാറ്റി, എന്റെ ജോലി, എന്റെ സമ്പത്ത്, എന്റെ സ്ഥലമേ, എന്റെ കെട്ടിടമേ എന്നുള്ള ആ ചിന്തകളൊക്കെ മാറ്റി നമ്മളൊന്ന് മരിച്ചു പോകുന്ന ആ സാഹചര്യത്തെ കുറിച്ച് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് നോക്ക്. നാളെ മയ്യത്ത് കട്ടിലെടുത്ത് നമ്മുടെ ഖബറിലേക്ക് കൊണ്ട് വെക്കുമ്പോൾ ഉമ്മ ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ പുറകെ നമ്മുടെ മക്കൾ വരും. മയ്യത്തടക്കി ഒരു 5-10 മിനിറ്റ് നേരം കൂടി ആ ഖബറിന്റെ ചുറ്റിലും ഇരുന്ന് കുറച്ച് കണ്ണിന്റെ തുള്ളികൾ വീഴ്ത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ഖബറിൽ അവശേഷിക്കുന്നത് നമ്മൾ ചെയ്ത സാലിഹായ കർമ്മങ്ങളാണ്. നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിനെ അനുസരിച്ചവന്റെ പ്രവാചകനെ കൃത്യമായി പിൻപറ്റി നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്ത സാലിഹായ കർമ്മങ്ങൾ മാത്രമേ അവിടെ അവശേഷിക്കൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചില്ലേ. അതുകൊണ്ട് നമ്മൾ ഓരോ ന്യൂ ഇയർ വരുമ്പോഴും, ഓരോ വർഷങ്ങൾ വരുമ്പോഴും, അല്ലെങ്കിൽ ഹിജ്റ വർഷങ്ങൾ, മുഹറം ഇങ്ങനെ മാറി മാറി വരുമ്പോഴൊക്കെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടിങ്ങനെ ആവർത്തിച്ച് ഖബറിലേക്ക് അടുക്കുന്നു എന്ന് പറയാൻ കാരണം വിശുദ്ധ ഖുർആന്റെ മറ്റൊരു വചനമാണ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണേ. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഗുണകരമാണ്, അവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. പരസ്പരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ശ്രദ്ധ വരിക. വഴിയിലൂടെ ദൂരെ യാത്ര സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നൊരു വളവൊന്നും പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. സൈഡിലേക്ക് നോക്കിയപ്പോൾ ഡേഞ്ചർ സോൺ എന്നുള്ള ഒരു ബോർഡ് കണ്ടപ്പോൾ അറിയാതെ ബ്രേക്കിലേക്ക് കാലം വരുന്നു. അതാണ് ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പരസ്പരം ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയതാണ്, അവന്റെ ഔദാര്യമാണ്. ആ ജീവിതത്തിൽ ഈമാൻ എന്ന് പറഞ്ഞ, ഇസ്ലാം എന്ന് പറഞ്ഞ അള്ളാഹുവിനെ മനസ്സിലാക്കാനും പഠിക്കാനും വിശുദ്ധ ഖുർആന്റെ വക്താക്കളാകാനും ലഭിച്ചു എന്ന ഭാഗ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. എന്നിട്ടും അതിനെ തട്ടിത്തെറിപ്പിക്കാതെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി നല്ല രീതിയിൽ ജീവിക്കുന്ന വിശ്വാസികളാവുക റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ